അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് വിഷഹാരികളാണ്. പുള്ളിയുടെ അച്ഛൻ അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിൻതലമുറകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കുക, അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്നേരം വിളിച്ചിട്ട് പാമ്പ് വന്നില്ലെങ്കിലാ നമ്മൾ പെട്ടെന്ന് വിളിച്ച എന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും. അത് വരുന്നു, ആ സെയിം ആളുടെ കടിച്ച അവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു, എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു. കൊണ്ടുവരും ഞാൻ അവനെ. അത് ഞങ്ങള് തമ്മിലുള്ള ഇടപാടാ. പണ്ടോട്ടേ ഉള്ള ഡൗട്ടാണ്, കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങി കഴിഞ്ഞാൽ വിഷം ഇറങ്ങിപ്പോവും. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഇത് വലിയ പുലിവാലായല്ലോ കർത്താവേ. നിങ്ങളുടെ തോന്നിവാസന് കയറി ഇവിടെ ഇറങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല. എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ്. ഞാൻ വിളിച്ചാൽ അവൻ വരും, ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും. ആ സമയത്ത് നമ്മുടെ വീട്ടില് ബാക്കില് തൊഴുത്തൊക്കെ കത്തും എന്നാ പറയുന്നത്. തൊഴുത്ത് ഇങ്ങനെ കത്തും. കുടിക്കാൻ എന്തെങ്കിലും വേണം? ഒരു സർവത്ത് മേടിപ്പിക്കട്ടെ. ഏയ്, എനിക്കൊന്നും വേണ്ട. തൊഴുത്ത് ഇങ്ങനെ കത്തും. ഏയ്, എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ളു തമാശ എന്നൊക്കെ പറയും, പക്ഷെ ഇത് റിയൽ ആയിട്ട് നമ്മുടെ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്. നാട്ടുകാരെന്തെങ്കിലും പറയൂ? ഏയ്, നാട്ടുകാരെന്ത് പറയാൻ, ഒന്നും പറയില്ല. അതൊന്ന് കോരി ഏതൊരാ ആരാ ചെയ്ത മനുഷ്യന്റെ ഒരു അവസ്ഥയെ, അയ്യേ കഷ്ടം. നമ്മളെ കണ്ടുള്ളൂ, ആരും അറിയത്തില്ല. ടേസ്റ്റ് കൂടിട്ടത്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മളെ കണ്ടുള്ളൂ, ടേസ്റ്റ് കൂടിട്ടത്. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ, അല്ലാണ്ടെന്താ പറയാ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. ആരാ ചെയ്ത നല്ല ശീത്തുള്ള കുട്ടിയാ. അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കണ്ടുള്ളൂ, വേറെ ആരും അറിയില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ല, നമ്മൾ എല്ലാരും കാണുന്നതാണ്, എല്ലാവരും കാണുന്നതാണ്. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഉള്ളവർക്കും അറിയാം, എനിക്ക് പറയുന്നോണ്ട് ബുദ്ധിമുട്ടില്ല. ഞാൻ ഒന്നിരാടേ കുളിക്കാറുള്ളൂ. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിരും. തന്നെ എനിക്ക് അലർച്ചി. അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. വല്ലാത്തൊരു പടപ്പുകള്. ജാസ്മിൻ, മൈക്ക് ഇടാറില്ല, അത് തന്നിരിക്കുന്നത് എന്തിനാണ്? അല്ല, ഇടയ്ക്ക് എവിടെയും വെച്ച് മറന്നു. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം. അതന്ന്. അപ്പൊ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടാ? ഇന്നലെ ഞാൻ എന്തോ ഡ്രസ്സ് മാറാൻ നേരത്തെ അപ്പോഴെപ്പോഴോ ഊരി വെച്ചതാ, അല്ലാതെ സംസാരിക്കാൻ അങ്ങനെ ഇതാക്കിയിട്ടില്ല. വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ജാസ്മിൻ, മൈക്ക് ധരിക്കും. അത് ജോറായി. ജാസ്മിൻ, മൈക്ക് ധരിക്കും. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാമ്പ്. ജാസ്മിൻ, പലതവണയായി പറയുന്നു, മൈക്ക് ധരിക്കുക. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര. ഇത്ര ഭയങ്കരയാണോ അവള്? ഞങ്ങൾ 24 മണിക്കൂർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കേട്ടോ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ ഈ അടുത്തപ്പോഴാണ്. ഇതാവുന്ന തന്നെയല്ലേ? സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. നന്നായിട്ടുണ്ട്. ഇതെന്താണത്? ആരാണ് ഇവരൊക്കെ? ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ അന്നത് എന്തിനെടുത്ത് ഓപ്പൺ ഓപ്പൺ ഈശ്വര ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഓപ്പൺ 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 കണ്ണം അവർ മത്തവങ്ക കിട്ട കാട്ടുന്ന മുഖം വേറെ, അവരുടെ നിജമുഖം വേറെ. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. എന്താ നീട്ടിരിക്കുന്നത്? ബ്ലൗസ് അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി? അപ്പുറത്തെ രാധയിട്ടിരിക്കുന്ന കണ്ടില്ലേ, നല്ല ചേർച്ചയുണ്ടല്ലേ. ആഹാ, എന്നാല് തിരിച്ചിട്ടാലേ കുറച്ചുകൂടി ചർച്ച ഉണ്ടാവും. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ? എന്നാ തിരിച്ചിടാ. അതെ അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. ഓ, അവിടെ ബിസിനസ് ആയിരുന്നു അല്ലേ? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ, നീ കളഞ്ഞിട്ട് പോടേ. വന്നു വന്നൊരു ഉണ്ണാക്കിനും കൊള്ളാതായിട്ടുണ്ട്. ഒരു ഉണ്ണാക്കൻ തിന്നു മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുക. ഒന്ന് എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ, അയ്യേ കഷ്ടം. ഒരു പിന്നെ അവിടെ സി ഡി തലവേദനയുണ്ടോ? ഉണ്ട്. യാത്രാക്ഷീണം, വിശ്രമിക്ക്. ഒരു പിന്നെ അവിടെ സി ഡി എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കങ്ങോട്ട് ക്ലിയർ ആയില്ല. അത് അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ചു. അടുത്തതായി ഒരു എല്ലാരും പോയിട്ട് മതി. ഏതായി കുട്ടി? ഇവിടുത്തെ യൂഡിസിയാ, നല്ല കുട്ടിയാ. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, കണ്ടു പഠിക്കടാ. വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലധി, തരംഗ. പാരുകടാ, പുതു ആള് എവിടെ നിൽക്കാൻ പാரு. അങ്ങനെ വേണോ? ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. പക്ഷേ ഈ കാര്യക്രം പ്രായോജക് ഞാനായിരിക്കും. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി ശരി, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. 6 വർഷത്തിന്റെ സ്വപ്നം പോയത് ഞാൻ കഷ്ടപ്പെട്ട് കാത്തിരുന്നു. ദയനീയം. ഓരോ ദിവസവും ഞാൻ എണ്ണി കാത്തിരുന്ന് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. എന്തിനാണോ പോകുന്നത്? ഇങ്ങനല്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വന്നതാ. ഈ മീശി വെച്ചിനി കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഇനി എന്റെ അടുത്ത ചുവടിൽ ആകാശമൂട്ട തീ ഉയരും. എനിക്ക് വേണമെങ്കിൽ വാഴ അടിച്ചൊരു പൂലെ പോയിരിക്കാം. പക്ഷേ എനിക്ക് ഇവിടെ നടക്കുന്നത് കാട്ടിട്ട് പ്രതികരിക്കും. ഇവിടെ ആരും ആ കുട്ടിക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ല. ചെയ്യുന്നതൊക്കെ കുറ്റം. അതുകൊണ്ടാ എന്താ ഇപ്പൊ മഴയാണോ? മഴയാവില്ല സാവിത്രിയെ, അതാ ചെക്കന്റെ കണ്ണീരാവും. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എല്ലാവർക്കും പ്രശ്നം. കയറിയാതെ പോകി പോകും. അതുകൊണ്ടാ ഇടിച്ചത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ
പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അത് കഴിഞ്ഞിട്ട് അവരാ എന്നെ പുറത്ത് തൊട്ടത്. ഞാൻ തൊടല്ലേ അവൻ്റെ അടുത്ത് പാടുന്നതാ. അപ്പൊ അവരാ തൊട്ടതല്ല, ആദ്യം തൊട്ടറിയത് ഇടിച്ചു. ശ്രീധരന്റെ മനസ്സിന് ഒരു സമാധാനമില്ല. അതെന്റെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എല്ലാം സഹിക്കാനുള്ള ശക്തി നീ സംഭരിക്കും. ഞാൻ പോണ്, ഞാൻ ഇവിടെ എന്നെ ഒന്ന് വിടോ പ്ലീസ്. ഞാൻ പോണ്, ഞാൻ പാക്ക് ചെയ്ത് ഞാൻ പോയിക്കോളാം. മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റേത്. ശകലം ഓവറായി പോയോന്നൊരു സംശയം. കറക്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അയാൾക്ക് ഉപകാരമുള്ള ഒരു ഗിഫ്റ്റ് ആവണം നമ്മൾ എപ്പോഴും കൊടുക്കണത്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. അതിന് പറ്റിയ ഒരു സംഭവമാണ് നമ്മളെ സ്റ്റാമിന സേവർ. എന്തുവാടാ ഈ ആയുധം? വേറെയുള്ള ഗിഫ്റ്റുകൾ വാങ്ങിയിട്ട് ആരും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് നമ്മളെ കയ്യിലുണ്ടാവും, പിന്നെ വേറെ എന്തിനാ വാങ്ങണല്ലേ? ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാളിയാ. ഇതുപോലുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. മനസ്സിലായോ? പോയിട്ട് എത്ര നേരം മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ കൊയക്കോ എന്റെ ക്ഷീണോ എന്റെ തളർച്ചൊക്കെ ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ കൊറേ കാര്യങ്ങൾ ഇല്ല, അതാകണ് സാധനം കാണാദ്യം. സ്റ്റാമിന സേവർ. ഓ, നല്ല കാലം വന്നപ്പോ നട്ടെല്ലൊന്നും വരണില്ല. ഇത് എന്തിനാണെന്ന് എനിക്കറിയോ? അതെ, നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ, നമ്മളെ സെക്ഷൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിട്ടും ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. അല്ല, അങ്ങനെ സംഭവിച്ചൂടായില്ല. ശാസ്ത്രം വളരെയല്ലേ. മഴ ജോൺസൺ മാഷ് സ്റ്റാമിന സേവർ, അതൊരു പ്രത്യേക സുഖല്ലേ. ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ. അതെ, വെള്ളം ഒഴിച്ചു കുടിക്കണം, പാലൊഴിച്ചു കുടിക്കണം. ആദ്യം ചുടുവെള്ളം എന്നിട്ട് മധുരമാണെങ്കിൽ ഇട്ടാ മതി. മധുരം ഇല്ലാതെ നമുക്ക് ഈ സാധനം ഇങ്ങനെ കറക്കുക. വൻ ഡേഞ്ചർ ആണ്ടാ, ഇങ്ങനെ ആരും പരീക്ഷണം നടത്തരുത്. ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണിച്ചോരയില്ലാണ്ട് പെരുമാറല്ലേ. സൗദിയിലുള്ളവർക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. നമ്മുടെ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് സൗദിയിലും അവൈലബിൾ ആണ്. അയ്യോ, വാ ഇരിക്കി. പറയണ്ടേ? ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണം. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സ്റ്റാമിന സേവർ എന്ന് പറയുന്നത്. ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രമാണ്. സാറിനറിയാവോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ. അപ്പൊ അതിനൊരു തീരുമാനമായി. അഴി പാഴ്സലായിട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാ. മുരുക കറക്റ്റാണ്. പാർട്ടിക്കിടുക. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. കോടതി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. ഡയറി പോലെ തലയടിച്ചു പൊട്ടിക്കും. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. ഒരു കലാകാരനുമാര് വളരാൻ വിടില്ലല്ലോ. നീയൊക്കെ വള്ളി ട്രൗസർ ഇട്ട ചന്തയിൽ ആദ്യ ഭാവം കണ്ടു കിടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാണ്. ബാക്കിയുള്ളവനെ തൊലച്ചിട്ട ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. അല്ലെങ്കിലും എനിക്കിത് വരണം, ഞാനിത് കേട്ടല്ലേ മതിയാവൂ. അവന്റെ ബാപ്പയാ ദുബായിൽ നിന്ന് കാണാൻ വന്നതാ. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം. അപ്പൊ കാണാം. എന്താ എന്ത് പറ്റി? എടോ, ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാവൂ. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം. അപ്പൊ കാണാം. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണേ. ഫീലിംഗ് पर हाउडी इंडियन आर्मी ही जंग के मैदान में गदे ना हार दे. ദിനേശ, താനിവിടെ? ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ. काले पीठ पाछे वार कायरा का काम से हम गोली सीधी माथे के बचाले मार दे टेक. കണ്ണാടിയോടിഷ്ടം കൂടിയതെന്താവോ?
ആ മനുഷ്യഹൃദയം കണ്ടോ? ഐസ് കട്ട പോലെ അലിഞ്ഞുപോയി. കണ്ണാരയോ തേടി പാറണതെന്താവോ? നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. Still I love you. എനിക്ക് നാണാവുക. വിശ്വസിക്കാൻ പറ്റുള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏതോ മാറുതേ ബോധയേറുതേ ഒന്ന പാക്ക ഏതോ ആകുതേ എല്ലാം ചേരുതേ കൊഞ്ചം. റൊമാൻസിൽ ചെറിയൊരു പുലിയാണ് പുലി. ജെറിക്ക് റൊമാൻസ് വർക്കൗട്ട് ആവുന്ന ഞാൻ കാണിച്ചു തരാം. നിന്നിൽ ഞാൻ എന്നിൽ നീ നമ്മളറിയും. എന്താ ഫീൽ ആയിട്ട് പോവാണോ? ഒടുക്കത്തെ പെർഫോമൻസ് ആണല്ലോ മച്ചാ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? ഇഷ്ടംപോലെ തോന്നുന്നില്ല. ഒരു അവാർഡ് വിന്നിങ് സ്റ്റഫാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ആർട്ട്. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ആ ദുരന്തത്തിൽ നിന്ന് ദൈവം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു തന്നത്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ്. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ്. കുറച്ച് കൂടി പോയി, നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. കമാൻ. അതായത് ഈ എപ്പിസോഡിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഐറ്റം ആണ്. And it's really tasty, yummy. ഇത് പൊടിയുപ്പ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി. ഇതാണ് ഗ്രീൻ ചില്ലി. പിന്നെ അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള്, ഇഞ്ചി. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ കാൽപ്പാടുകൾ കണ്ടോ? നോ വേ. നോക്കൂ, അങ്ങനെ ഭയങ്കര കുസൃതിയാണ്. അങ്ങനെ ഇവനോട് ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയതും ഇങ്ങനെ ഒരു ടോപ്പ് ക്വാളിറ്റി ഒരു സാധനത്തിൽ കിട്ടിയതും ഞങ്ങൾ തൂക്കിയല്ലോ നാദാ. എന്താണോ ഇത്? മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിനു പതുക്കെ ആക്കണം? 4 പേര് അറിയട്ടോ. പാവപ്പെട്ടവനത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുള്ളൂ അവന്റെ ഒരു. അങ്ങനെ ഫൈനലി നമ്മള് അച്ചാറ് ഇട്ടത് ഫുൾ തീർന്നു. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഫ്രണ്ട് ഫുൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറയും ഇപ്പുറയും കിടക്കുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റും കൂടെ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുക. കാരണം നമ്മള് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവര് ഫ്രണ്ടോ ബാക്കോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്നും തട്ടൊന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു തെളിവ് വേണം. ഓ, മനസ്സിലായി. സംഭവം തലയ്ക്ക് സ്ഥിരമില്ലാത്ത കേസാണ്. ആരാണ് ഇപ്പറ കിടന്നതെന്നുള്ളതും ബിഫോർ കണ്ടീഷൻ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടപ്പോൾ ഉള്ള ആ ഒരു കണ്ടീഷനും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ CCTV ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചസ് വന്നാലും നമുക്ക് പറയാൻ പറ്റണം എന്റെ വണ്ടി ഇവിടെ കൊണ്ടിട്ടപ്പോൾ ഫുൾ സെറ്റ് ആയിരുന്നു, ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്വം ആയിരുന്നു എന്നുള്ളത് പറയാൻ പറ്റണം. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. എനിക്ക് പേടിയാതായിരുന്നു ഓവർനൈറ്റ് ആകുമ്പോഴത്തേക്കും വണ്ടിക്ക് മുഴുവൻ സ്ക്രാച്ച് ഇട്ട് വെക്കുമോ എന്നുള്ളത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് ഒരു മോർണിംഗ് കോഫി എല്ലാം കുടിക്കുന്നത് അല്ലെ ചായ കുടിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറ്റ. പിന്നെ അത് കിട്ടണം. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഇനി എന്റെ മേളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയായിരുന്നു. കുറച്ച് ഓറഞ്ച് ജോലി, അതുപോലെ തന്നെ ഉണങ്ങിയ ഒരു റംബൂട്ടാനും ഇവിടെ കിട്ടിയേക്കുന്നത്. ഒരു മൈക്കോടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഇത് ജസ്റ്റ് കുട്ടികൾ വല്ലതും കളിച്ചപ്പോഴത്തേക്ക് മേളിൽ എത്തിയിട്ടുള്ളതാവാം. ഇതിന്റെ പേരിൽ നമ്മുടെ കസ്റ്റമർ ആരും കുറ്റം പറയാനായിട്ട് വരണ്ട. വാഴ അടിക്കാതൊക്കെ എടുത്ത് അടുക്കി വെക്കണോ. ഈ ബെഡിന്റെ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു കൗച്ച് പോലെ സാധനം ഉണ്ടായിരുന്നു. അത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ, പക്ഷെ അതിന്റെ ഗ്രൂവ്സിനിടയിൽ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ട് സീനായിട്ടുണ്ടായിരുന്നു. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഇപ്പൊ കട്ടിലുകളുണ്ടല്ലോ, ഇതിന് അടിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനടി എന്തായാലും നോക്കണം. ഒരു നാണയത്തിന്റെ 2 വശവും നമ്മൾ നോക്കണമല്ലോ. അല്ലേ ചന്ദ്രൻ? ടിവിയോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇതേ നോക്കി, ഇവിടെ ഒന്ന് നോക്കി, അത്യാവശ്യം ഇതേ പൊടിയുണ്ട് കേട്ടാ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ബെഡിന്റെ മേളിൽ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അഴുക്കിരിപ്പുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് റൂം തന്നിട്ടുള്ളത്. നിന്റെ എല്ലി ഞാൻ ചവിട്ടി പൊട്ടിക്കും. അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. എടാ, ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല.
എടാ മോനി ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവനാണ് ഇൻട്രോവേർട്ട്. വല്ല സയൻസ് എക്സിബിഷന്റെ മാത്ത് ഒളിമ്പ്യാഡ് വല്ലതും പറഞ്ഞ് വിളിക്കുക. വേണ്ട മോളെ, ചായം പച്ചൊന്നും ഇപ്പൊ വേണ്ട. നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവിടെ കിട്ടല്ലേ? ഇവിടെ അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാ തന്നെ വെച്ചോ. കള്ളപ്പന്നി. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷേ പാടിക്കോട്ടെ. ഞാൻ പാടാം. താങ്ക്സ് a lot and thanks to thanks a lot. Thank you. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ Thanks a lot. He never allows me to do that, but വേറെന്താ? ഇങ്ങനൊക്കെ സുഖം. Prabhas, be honest now. Yeah. Okay. Nothing official about it. They're all ragging you, Nabha. I can see that. You're pulling his leg. തല ചുറ്റുന്നുണ്ടോ മാത്യൂസ്? മാറ്റുവൻ ചട്ടുകങ്ങളെ. He's my friend's an introvert, sir. He's very all powerful in the movies, but he's really an introvert and sweet man. ഈ രാവണാശ്ശേരി തടിയും മണ്ണൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കൊച്ചു കുട്ടികളുടെ മനസ്സാ. Tell me, boss, what's up? How is it working with, I think, line on each? Yeah. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. No recordings, we just step out. And before we play that, Rana sir, a question, chota sa. എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ? മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ഞാൻ കാണിക്കും. അല്ല പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ, എടാ നിനക്ക് ഓടണം. എനിക്ക് പേടിയുണ്ട്. സാറ് നന്നായിട്ട് മുങ്ങാൻ അറിയുന്ന ആളാണെന്നാ വേണു സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്.